ആഹാ, ബിജിമോള് ജോലിക്കൊന്നും പോയി തുടങ്ങിയില്ലല്ലേ? സജീവനിപ്പോ എങ്ങനെയുണ്ട്? ബിജിമോക്ക് സുഖമില്ലാത്തല്ലേ? ഇമ്മാതിരി കട്ടിയുള്ള പണിയൊക്കെ ചെയ്യാൻ പറ്റുമോ? ബിജി, ഈ വൃക്ക പോയാ പിന്നെ കുട്ടികളുണ്ടാവോ? അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. അല്ല, ചേച്ചിക്ക് എന്തൊക്കെ അറിയണം? ഓ, എന്താ സാവിത്രി, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞോ? ഓ, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞുമോളുടെയും വിജയുടെയും നല്ല മനസ്സിനെ കുറിച്ചല്ലേ നാട്ടിൽ മുഴുവൻ സംസാരം. എന്തായാലും ഒരു ജീവനല്ലേ രക്ഷിച്ചേ? അതെ അതെ, ജീവൻ രക്ഷിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ പോറ്റേണ്ടത് ഇവളുടെ ഉത്തരവാദിത്വമാണ്. അതെന്നാ വർത്താനാ കുഞ്ഞോളെ പറയുന്നേ? സജീവന്റെ അസുഖം മാറിയാ പിന്നെ ബിജിമോളെ പൊന്നുപോലെ നോക്കത്തില്ലേ? ഇനി എവിടെ നിന്നിട്ട് നോക്കാനാ? ഇങ്ങനെയുള്ളവരൊക്കെ ജോലിക്ക് തിരിച്ചെടുക്കുമെന്ന് ആർക്കറിയാം? ഇനി എടുത്താൽ തന്നെ കണ്ടക്ടറായിട്ട് എന്തായാലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരിന്റെ കനിവ് കൊണ്ട് താഴെ കിടക്കുന്ന എന്തെങ്കിലും കിട്ടിയാ കിട്ടി. അപ്പൊ നേരത്തെ കിട്ടിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ലെന്നാണോ പറയുന്നത്? എന്നിട്ട് ബിജി അതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ? ഇങ്ങനെയുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ പരിസരത്തോട്ട് വന്നേക്കരുത്. ആഹാ, അപ്പൊ സാവിത്രി ഇത് ചോദിച്ചില്ലാണോ തെറ്റ്? ചോദിക്കാനുള്ളത് ചോദിച്ചല്ലേ പറ്റൂ. ചോദ്യം ഉത്തരമൊക്കെ നിങ്ങൾ തമ്മിൽ അയക്കോ, എന്നോട് വേണ്ട. അതെ, എന്തിനാ ചിരിക്കുന്നത്? കേട്ടല്ലോ, ഓരോ അവളുമാരുടെ മുന വെച്ചിട്ടുള്ള വർത്താനം. ഒരു വിശേഷം അന്വേഷിക്കാൻ വന്നേക്കുന്നു. അവരാദ്യം അവരുടെ മോളുടെ ജീവിതം നന്നാക്കാൻ നോക്കട്ടെ. അതപ്പുറത്താ മഞ്ജുവിൻ്റെ തള്ളയാണ്. സജീവട്ട പെണ്ണ് കണ്ടു പോയ അന്ന് തന്നെ അവളൊരു ഓട്ടോക്കാരനോട് ഒളിച്ചോടിപ്പോയി. ഒരു സർക്കാർ ജോലിക്കാരൻ്റെ മരുമോനായി കിട്ടാത്തതിൻ്റെ ചൊറിച്ചിലാണ് തള്ളയ്ക്ക്. അതെ, സജീവട്ടം വിചാരിക്കണുണ്ടാവും അന്ന് ആ കല്യാണം നടക്കാതിരിക്കാൻ പാരവെച്ചത് ഞാനാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇടയ്ക്ക് സജീവേട്ടൻ ചെറുതായിട്ട് എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കണ പോലെ തോന്നും. ഞാനതൊക്കെ എന്നേ മറന്നതാണ്. എനിക്ക് അന്നും നിന്നെ ഇഷ്ടം. പിന്നെ ഒരു കണക്കിന് നന്നായില്ലേ, ഞാൻ കെട്ടണമെന്നാണ് പിന്നെ ഓടിപ്പോയിരുന്നെങ്കിലോ ചമ്മി പോയെന്നെ. പിന്നെ ശമ്പളം കുറിച്ച് കുറഞ്ഞാലും ജോലി പോലും നമ്മളടുത്തൊന്ന് പറഞ്ഞേക്ക്. എനിക്കതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം ചെക്ക് പഴിഞ്ഞ് വരുമ്പേ എന്നെ ഒന്ന് ദാസറിൻ്റെ ഇവിടെ ആക്കിയാൽ മതി. എത്രയെന്ന് വെച്ചാൽ നീ കഷ്ടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്ര നാൾ സജീവേട്ടനെ നോക്കാമെങ്കിലേ ഇനി എനിക്ക് അങ്ങോട്ട് നോക്കാനറിയാം. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് കണ്ടൊക്കെ പറയിപ്പിക്കാൻ. നീ എന്താണ് ഈ പറയണ? എനിക്കൊരു പുതിയ ജീവൻ തന്നെ നീയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. സജീവേട്ട ഇഷ്ടമുള്ളല്ലോ ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത് എനിക്ക് മതിയേ. ഇപ്പതേ അമ്മ വരെ എൻ്റെ ശത്രുവായി. എന്തെങ്കിലും ചെയ്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിനക്കൊരു സഹായമാവല്ലോ എന്ന് കരുതിയാ ഞാൻ. എൻ്റെ പൊന്ന് സജീവേട്ട, എനിക്ക് ആരുടെ സഹായവും വേണ്ട. ഞാൻ ആരെ അങ്ങോട്ട് സഹായിക്കാനും പോണില്ല. ആരുടെ മെസ്സേജാ അത്? കൂടെ വർക്കുന്ന ഒരു കണ്ടക്ടറിന്റെ. എന്താ കണ്ടക്ടറിന് പേരില്ലേ? ചന്ദ്രികൻ തോന്നുന്നു. അവർ സ്ഥലം മാറിപ്പോയിട്ട് കുറെ നാളായല്ലോ. അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കളിക്കാതെ നേരിട്ട് വിളിച്ചൂടെ? വിളിച്ചാൽ കുഴപ്പമെന്താ? ചിലപ്പോൾ ഒരു ഡ്യൂട്ടിയിലായിരിക്കും. വെറുതെ ഇരിക്കല്ലേ, ചാറ്റ് ചെയ്ത് കളിക്കും. നടക്കട്ടെ. നാട്ടുകാരുടെ മുഴുവൻ കടവും മേടിച്ച് ആശുപത്രി ബില്ലും അടച്ച് കിഡ്നി കൊടുത്തത് എൻ്റെ മോളോ. പെങ്ങളെ ആളിയനെ എന്തോ നക്കാപ്പിച്ച തന്നിട്ട് അവരവരുടെ വഴിക്കും പോയി. കഷ്ടപ്പാട് മുഴുവൻ എനിക്കും എൻ്റെ മോക്കും. അല്ല, 3 നേരം ഇവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. ആ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എന്തായിന്ന് ഒന്ന് പോയി അന്വേഷിച്ചൂടെ? നീ എവിടെ ഇരിക്ക് കുഞ്ഞുമോളെ. പോരെടുക്കാൻ നിധി നിന്റെ മരുമകളല്ല, മരുമകനാണ്. അവൻ അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ കാര്യാ, അതിന് അതിൻ്റെതായ സമയമെടുക്കും. നിങ്ങൾ ആണുങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണം ഉണ്ടല്ലോ. 20 വർഷം പട്ടാളത്തിൽ പോത്തിന് മേയ്ക്കാൻ പോയതല്ല, കുറെ ലോകം കണ്ടവനാ ഞാൻ. നിന്റെ പോസ്റ്റ് ഓഫീസിലെ ചിട്ടിപ്പിരിവ് പോലെ ഇല്ലിത്. ഇതൊക്കെ അറിയണമെങ്കിൽ വിവരം വേണം. തന്റെ വിവരവും വിവരക്കേടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.
അച്ഛൻ്റെ പട്ടാളത്തിൽ നിന്ന് വരാൻ നേരത്ത് ചെറിയൊരു കുഴിബോംബ് കൊണ്ടുവരാന്നില്ലേ? ബോംബാ? അല്ല ഡാ, ഇവക്കൊക്കെ മിസൈൽ തന്നെ വേണം. മിസൈല്. നീ അടുക്കളയിലൊന്നും അറിയാതെ പോലെ പോണ്ടോ. അതെന്താ? എന്റെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഭാര്യ വീട്ടിൽ മരുമകൻ മരിച്ചെന്ന വാർത്ത കേട്ടാലേ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് അതിന്റെ നാണക്കേട്. നീ ആയിട്ട് ചരിത്രം തിരുത്തി കുറിക്കണ്ട. ഗുളിക കഴിച്ചോന്ന്? കുഞ്ഞോളെ, രാവിലെ കഴിക്കാൻ എന്താ ഉള്ളത്? മിസൈൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. കലക്കി. അടിപൊളി അടിപൊളി. കളിക്ക്. എങ്ങോട്ടാ? ഇന്ന നോക്കി നോക്കി നോക്കി. പോരാട്ടോ. ഒഴിച്ചോട്ടെ. ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലടാ. നിന്നെ ഇങ്ങനെ കാണുന്നതിന് ഒരു സന്തോഷമല്ലടാ. എനിക്ക് ഒഴിക്കണ്ടട്ടാ. അയ്യടാ, അനക്ക് കിട്ടിയത് തന്നെ. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. Cheers. നിന്റെ ബിജിമോളെ തൊഴണം. ലോകത്തെ എത്ര ഭാര്യമാര് ഇത് പറയും. നീ ഭാഗ്യവാനടാ. എന്തെങ്കിലും തൊടാണ്ടായിരുന്നെ കൊള്ളായിരുന്നല്ലേ. ഞാൻ എടുത്തിട്ട് വരാം. ബിജിമോക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മരുന്ന് മുടക്കാൻ പാടില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് സജീവേട്ടന് ജോലിക്ക് കയറാൻ പറ്റുമായിരിക്കും. സജീവേട്ടൻ കൃത്യമായിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചാൽ ചെറിയ ജോലിയായിട്ടാണെങ്കിലും KSRTC തിരിച്ചു കയറാം. അതൊക്കെ ശരിയാവും. ബിജി ഉണ്ടല്ലോ കൂടെ. എല്ലാം സെറ്റല്ലേ? ഒരു പ്ലേറ്റ് എടുത്ത് ഇതിപ്പോ എന്നാത്തരാ? ചെറിയൊരു കളി ഉണ്ടെന്ന്. മൂടി ചോട്ടാ. അമ്മേ അമ്മേ ദേ നോക്കി ഞങ്ങളുടെ ഡാൻസ് സജിമാമ എടുത്തന്നതാ. സജിമാമിന്റെ ഫോണിൽ കളിച്ചാ മതി. അത് ബിജയന്തിക്ക് കൊടുത്തേ. പോയി കളിച്ചോ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ബിജി പോയി അവരെ വിളിച്ചിട്ടോ. സജീവേട്ടാ സുഖല്ലേ? ഞാൻ സജീവനെ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സജീവന്റെ ജീവിതത്തില് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്. ഗൾഫിലുള്ള എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം മതിയായിരുന്നു തോന്നുക. ശരി, ഇടയ്ക്കൊക്കെ വിളിക്കണേ സജീവേട്ടാ. ഞാനല്ല ഞാൻ. അത് നീ എന്നോട് പറയരുത്. 15 കോഴിനെ കൊന്നിട്ട് ചോര അറപ്പ് മാറണ്ട ഞാൻ അവിടെ വന്നിക്കണേ. മനസ്സിലായോ? നീ നടക്കണ കാര്യമല്ലോ പറ. ഇത് പിടിച്ചാ നിർത്തുന്നേ. സജീവേട്ടന്റെ കയ്യിലാരാ ഗ്ലാസ് കൊടുത്ത? അത് ഞാനാ ബിജുമോളെ. കുടിക്ക് വെച്ചാവോ എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്തോ. തന്റെ ഉള്ളിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് മറക്കരുത്. ഇതാണോ കാര്യം? ഞാൻ കുടിച്ചിട്ടില്ല. നീ എന്തറിഞ്ഞിട്ട് സംസാരിക്കണ? നീ ഇപ്പൊ കാണിച്ചുണ്ടല്ലോ, മഹാമോശമായി പോയി. നീ എന്താടി കാണിച്ചേ? എന്റെ ഭർത്താവിനെ തല്ലാൻ നിനക്ക് എന്താ അവകാശം? ഇയാളെ ഇത് തെണ്ടിത്തരത്തിന് തന്നെയാണ് അയാൾക്ക് കൊടുത്തത്. എന്റെ അവയവം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. വെറുതെ ഒന്നും അല്ല, കഷ്ടപ്പെട്ട് നല്ല വേദന സഹിച്ചിട്ട് തന്നെയാണ് കൊടുത്തത്. നീ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിന്റെ മോന്തയ്ക്കല്ല തീർക്കേണ്ടത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെ എവിടെ ഞാൻ പോവാൻ സമ്മതിക്കില്ല. നീ ഒന്നടങ്ങ് പറഞ്ഞേക്ക്. തനിക്ക് നാണം ഉണ്ടോടോ ഒരു പെണ്ണിന്റെ നടി മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ? ഞാൻ ഓൾറെഡി ക്ഷമിച്ചു. കാരണം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, സത്യം. നിങ്ങൾ ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. തിരിച്ചടിക്കടോ. തനിക്കെന്നെ തല്ലണോ? തല്ലടോ, തല്ല. കൈയെടുക്ക, കൈയെടു. താൻ എന്ത് പിണ്ണാക്കാനാണോ? നീ നാട്ടിക്കല്ലേ ഇവിടെ അയൽക്കാർ മുഴുവൻ കാണാന്ന്. താൻ എന്തിനാണോ ഇനി ഇവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ ചേട്ടൻ തല്ലിയ?
എത്ര നാളായി നിന്നെ സഹിക്കണ? എടി എന്താ? നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, നിന്നോട് കുറച്ച് ഇഷ്ടമായി പോയി, അതുകൊണ്ടാ നിന്നെ സഹിക്കണ. തന്നെ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാണോ? എന്തു വന്നാലും കുപ്പി മേടിച്ച് ആഘോഷിക്കലും ഇത് തന്നെയാണല്ലോ പതിവ്. ഞാൻ തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തടോ, എന്തെല്ലാം കഷ്ടപ്പെട്ട്, എന്തെല്ലാം അനുഭവിച്ച്, എന്നിട്ട് ഒരു നന്ദിയില്ല. എന്നിട്ട് കണ്ടവളുമാരുമായിട്ട് ചാറ്റിങ്. അനാവശ്യം പറയാൻ നിൽക്കരുത്. ജിമോളെ, അവൻ കുടിച്ചിട്ടില്ല സത്യതി. താനാരാ? തന്നെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. നീ എന്താ വിളിച്ച? താന്ന മാപ്പുറിയടി. മാപ്പ ഞാനോ? ഇങ്ങേരോടാ? ആരോട് എന്ത് പറയണം, എങ്ങനെ ബഹുമാനിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ കൂടുതലും പഠിപ്പിക്കാൻ നിൽക്കണ്ട. കുറെ നാളെ ഞാൻ സഹിക്കണം. താനെന്നെ ഇത്ര നാള് സഹിക്കുമായിരുന്നല്ലേ? എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. നീ എന്താ ചെയ്യൂ? എന്താ സജീവ ഇത്? നീ എന്താ ഈ കാണിച്ചേ? ആന്റി, പോവല്ലേ ആന്റി? വിട്. ആന്റി, ആന്റി, എടാ വിളിക്ക്, നീ പോയില്ലെന്ന് പറ. പോട്ടെ ദാസേട്ടാ, സ്നേഹത്തിന്റെയും കടപ്പാടിന്റെ ഇടക്കിടത്ത് ഞാൻ ചാവാറായി. ഇനി വയ്യ, പോട്ടെ. നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന കാര്യം ലോകത്തൊരിടത്തും നടക്കുന്ന കാര്യമല്ല. പിന്നെ വേണമെങ്കിൽ അയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഞാൻ കേസെടുക്കാം. എൻ്റെ മോളുടെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടടി കൊടുത്ത് നന്നാക്കാം. ഇത്രയും പ്രായം ചെന്ന അമ്മയോടും മോളോടും ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? പോരാത്തതിന് നിയമത്തിൻ്റെയും പോലീസിൻ്റെ ആനുകൂല്യം അവർക്കുള്ളതാ. ആരേ സജീവൻ? ഞാൻ സാർ അകത്തോട്ട് വിളിക്കുന്നു.